ഇവിടെ ഈ മനുഷ്യൻ രാത്രി ഒരു മോർച്ചറിയിലേക്ക് വന്നു. എന്നിട്ട് അവിടെ സൂക്ഷിച്ചിരുന്ന പെൺകുട്ടികളുടെ മൃതദേഹങ്ങളിൽ നിന്ന് മുടി മുറിച്ചെടുക്കുകയാണ്. അതിനുശേഷം കിട്ടിയ മുടിയുമായി അയാൾ പോകാൻ ഒരുങ്ങിയതും ഒരു ഡെഡ് ബോഡി കണ്ണു തുറന്നു. അതിനുശേഷം വീട്ടിലെത്തി അയാൾ കിട്ടിയ മുടിയെല്ലാം വാഷ് ചെയ്തെടുത്തു. അത് ടൈ ചെയ്തു വെച്ചു. പിന്നീട് അയാൾ ഒരു വിഗ് ഷോപ്പിലേക്ക് കോൾ ചെയ്തു. ഹെയർ വിൽക്കാനുണ്ടെന്ന് ആ ഷോപ്പിലെ ഗേളിനോട് പറഞ്ഞു. അങ്ങനെ അവൾ ഹെയർ വാങ്ങാമെന്ന് പറയുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു പെണ്ണ് മുടിയെല്ലാം അവർക്ക് ഡെലിവറി ചെയ്തു. അവൾ ഹെയർ എല്ലാം തന്നെ ചെക്ക് ചെയ്തതും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇത് എവിടെ നിന്ന് കിട്ടിയതെന്ന് ചോദിച്ചതും ഡെലിവറി ഗേളൊന്നും പറയാതെ അവിടെ നിന്നും പോയി. എന്നാൽ സ്ട്രേഞ്ചർ ഫീലിങ്സ് തോന്നിയെങ്കിലും അവൾ അത് കാര്യമാക്കിയില്ല. ഈ സമയം അവളുടെ അനിയത്തി വന്നിട്ട് സോഴ്സ് അറിയാതെ ഹെയർ ഇങ്ങനെ വാങ്ങരുതെന്ന് പറഞ്ഞു. എന്നാൽ ഇത് കേട്ട് അവളുടെ അനിയത്തിയെ ചീത്ത പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയി. എന്നാൽ പെട്ടെന്ന് മുടിയിരുന്ന ആ ബാഗ് അനങ്ങാൻ തുടങ്ങി. ഇത് കണ്ട് അവളുടെ ഡോഗ് കുരയ്ക്കാൻ തുടങ്ങി. ദേഷ്യം വന്നിട്ട് അവൾ ആ ഡോഗിനെ അവിടെ നിന്ന് ഓടിച്ചു. അവൾ വിഗ് ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് അവളുടെ പിന്നിൽ നിന്നൊരു കൈ വരുന്നത് പോലെ തോന്നി. അവൾ തിരിഞ്ഞു നോക്കിയതും ഒന്നും കണ്ടില്ല. വീണ്ടും അവൾ വിഗ് ഉണ്ടാക്കാൻ തുടങ്ങി. അതിനുശേഷം അവിടെ അനിയത്തി ഡെലിവറിക്ക് പോകാൻ റെഡിയായി. ലേറ്റ് ആവുമെന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ്. അവൾ ജോലിയെല്ലാം തീർത്ത് ഷോപ്പ് ക്ലോസ് ആക്കി. ചെറിയ തലവേദന തോന്നി അവൾ ബാത്റൂമിലേക്ക് ഫേസ് വാഷ് ചെയ്യാനായി പോയി. പെട്ടെന്ന് അവളുടെ മൂക്കിൽ നിന്നും ബ്ലഡ് വന്നു. പൈപ്പ് ഓപ്പൺ ചെയ്തതും വെള്ളം ഡ്രെയിനായി അവിടെ തന്നെ കെട്ടിക്കിടക്കുകയാണ്. അവൾ ലിഡ് ഓപ്പൺ ചെയ്ത് വെള്ളം കളയാൻ നോക്കി. പെട്ടെന്ന് പൈപ്പിനുള്ളിൽ നിന്നും മുടി പുറത്തു വന്നു. അനിയത്തി സിങ്ക് ക്ലീൻ ആക്കിയിട്ടില്ലെന്ന് പറഞ്ഞ് അവളെ മനസ്സിൽ വഴക്ക് പറയാണ്. പെട്ടെന്ന് സിങ്കിനുള്ളിൽ നിന്നൊരു കൈ പുറത്തേക്ക് വന്നു. പേടിച്ചവൾ നിലത്ത് വീണു. എന്നാൽ ആ സിങ്കിനുള്ളിൽ നിന്നും പൂർണ്ണമായും ഒരു രൂപം പുറത്തേക്ക് വന്നിരുന്നു.